സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയാൻ നീ വരൂ. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ഒരു പിശാചിനെ ഒഴിവാക്കുമ്പോൾ ഒരു ന്യൂസ് ഇങ്ങനെ വരികയാണ്. പിശാചിനെ ഒഴിവാക്കുന്നത് ബേൽസബൂലിനെ കൊണ്ട്, പിശാചിൻ്റെ തലവൻ ബേൽസബൂലിനെ കൊണ്ടാണ് പിശാചിനെ ഒഴിവാക്കുന്നതെന്ന്. അപ്പോൾ ഈശോ പറയുകയാണ്, പിശാച് തന്നെയാണ് ഒഴിവാക്കുന്നതെങ്കിൽ പിശാചിൻ്റെ രാജ്യം തകർന്നു പോയല്ലേ. സ്നേഹമുള്ള സഹോദരങ്ങളെ, പിശാച് ഒരിക്കലും പിശാചിനെ ഒഴിവാക്കില്ല. ദൈവരാജ്യം നമ്മിൽ വളർത്താൻ ശ്രമിക്കണം. ദൈവരാജ്യം വേണം നമ്മിലുള്ള തിന്മയെ ഒഴിവാക്കാൻ. പണ്ടൊരാൾ പറഞ്ഞതുപോലെ മുറുക്കും എല്ലാം നിർത്തി, ഇനിയിപ്പം വെറുതെ എന്തെങ്കിലും ഒരു ബീഡി വലിക്കുക, സിഗരറ്റ് വലിക്കുക, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഉള്ളൂ. മുറുക്കും ഒക്കെ ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞ പോലെയാണ്. അപ്പം അങ്ങനെയല്ല, നമുക്ക് ദൈവരാജ്യം, അതായത് നമ്മൾ തിന്മയിൽ പെട്ടുപോകാം. നോയമ്പിൻ്റെ പകുതി കാലഘട്ടങ്ങളായി. അപ്പോൾ ഇനി നമ്മൾ കൂടുതൽ സമയം ദൈവരാജ്യത്തിൻ്റെ വളർച്ച നമ്മിലുണ്ടാകണം. അതായത് കൂടുതൽ സമയം ബൈബിൾ വായിക്കണം, കൂടുതൽ സമയം ആരാധന മുമ്പിലിരിക്കണം, കൂടുതൽ സമയം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. അങ്ങനെ ദൈവിക കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മിൽ നിന്ന് തിന്മയെ ഒഴിവാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിനുള്ള കൃപാവരം നമുക്ക് ലഭിക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.